നമ്മുടെ റാന്നിയിൽ മന്ദിരം തെക്കേപ്പുറം റൂട്ടിന് ഇടയിലുള്ള ഒരു അടിപൊളി സ്ഥലത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലോക്ക് ഒടിക്കൽ നിന്ന് തെക്കേപ്പുറം റൂട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം കാണാൻ പറ്റും. മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കയറി കിടക്കുന്ന ഒരു സമയമാണ്. വെള്ളമുള്ളപ്പോഴാണെങ്കിലും വെള്ളമില്ലാത്ത സമയത്താണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു നാട്ടിൻപുറ അന്തരീക്ഷം സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. തൊട്ട് സൈഡിലായിട്ട് ഇട സൈഡിൽ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. വെള്ളമൊക്കെ കയറി കിടക്കുകയാണ്. വെള്ളമൊക്കെ ഇറങ്ങുന്ന സമയത്ത് 4 മണി സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ പന്തുകളിയൊക്കെ കണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം. സമയം പോകുന്നത് അറിയുകയില്ല. ഇവിടെയുള്ള ആളുകളല്ലാതെ പുറത്തു നിന്ന് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വന്നു പോകാറില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മളിവിടെ വന്നപ്പോൾ സമയത്താണെങ്കിലും ഒരിടത്തും ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. വളരെ വൃത്തിയായിട്ട് കിടക്കുന്ന, വളരെ ശാന്തമായിട്ട്, വളരെ ക്ലീനായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. ആരെങ്കിലും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ മാലിന്യങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കുക, വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. ഇതിന് തൊട്ട് മുകളിലായിട്ട് പുളിക്കപ്പടി തോടിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതിലും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. റോഡിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്കത് അങ്ങനെ കാണത്തില്ല. ചെറിയൊരു കാടിനുള്ളിൽ കൂടി അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് നല്ല മനോഹരമായ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ആ ഒരു രണ്ടാമത്തെ സ്പോട്ട്. ഇവിടെ ഇതുപോലെ തന്നെയാണ് അതിമനോഹരമായി, താഴെ കണ്ടതിനേക്കാട്ടിലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ്. കണ്ടത്തിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ കൊക്കുണ്ടല്ലോ, നമ്മുടെ കറുത്ത തലയുള്ള നീളം ചുണ്ടുള്ള കൊക്കുകളാണ്. ഒരുപാടുണ്ട്. കിളികളുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർ രാവിലെ സമയത്താണെങ്കിലും ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്തൊക്കെ വരികയാണെങ്കിലും നല്ല ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന വഴി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഭംഗിയുള്ളൊരു സ്ഥലമാണിതെന്നുള്ളത്. നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്തെല്ലാം ഇതേപോലെ കിളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ വെള്ളം ഒഴുകുന്ന ശബ്ദവും മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കിടിലൻ സ്പോട്ടാണിത്. ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വന്നിട്ട് പോവുക, വന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോവുക. ഒരുപാട് മഴയൊക്കെ പെയ്ത് നല്ല വെള്ളം കയറി കിടക്കുന്ന സമയത്താണെങ്കിൽ ഇവിടോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. കണ്ടത്തിൽ കുറച്ച് ചതുപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന ഭാഗത്തൊക്കെ വെള്ളം കയറുന്നതാണ്. ബാക്കി ഏരിയയിലൊക്കെ ഇതേപോലെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് പറ്റും. ഇതിന് തൊട്ട് മുകളിലോട്ടാണെങ്കിൽ പോവുകയാണെങ്കിലും അവിടെയുമുണ്ട് കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. നമ്മുടെ കൂടംകുളം വൈദ്യുതി ലൈന് ഇതിന് തൊട്ട് മുകളിൽ കൂടെയാണ് പോകുന്നത്. അതിൻ്റെ തൊട്ട് കീഴിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന് തൊട്ട് മേളിലുള്ള സ്ഥലത്തെ ആ ഒരു കാഴ്ചയും കൂടി കണ്ടിട്ട് വരാം. ഇതാണ് ആ ഒരു മറ്റൊരു സ്ഥലം. ഇവിടെ ഇതുപോലെ തന്നെയാണ്. ചുമ്മാ ഇങ്ങനെ ഈ ഒരു തോടിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ എന്തോ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ റാന്നി മന്ദിരം, തെക്കേപ്പുറം മന്ദിരം